മലപ്പുറത്തെ ഫുട്ബോളിനെ നശിപ്പിച്ച സാധനത്തിന്റെ പേര് സെവൻസ് എന്നാണ്. മലപ്പുറം ജില്ലയിൽ ജനിക്കുന്ന മിക്കവാറും എന്നാൽ മലപ്പുറത്ത് നിന്ന് ഇതുവരെ വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡിലോ സെക്കൻഡ് ഗ്രേഡോ തേർഡ് ഗ്രേഡോ ഫോർത്ത് ഗ്രേഡിലൊക്കെ ക്ലബ്ബുകളിലോ കളിക്കാൻ അംഗത്വം നേടി ഒരു കളിക്കാരനുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് മലപ്പുറത്തിലാക്കി കഴിയാത്തത്? മലപ്പുറത്തുള്ളൊരു കുട്ടി പന്ത് തട്ടി തുടങ്ങുന്നത് പാടത്തും പറമ്പിലും കളിക്കുക, സെവൻസിൽ കളിക്കുക. മാക്സിമം അയാളുടെ ഫിറ്റ്നസ് മലപ്പുറത്തുകാരനെ ഇല്ലാണ്ടാക്കിയത് സെവൻസ് എന്ന് പറയുന്ന ചെറിയ ഗ്രൗണ്ടുകളാണ്. ബ്രോ, ചെറിയൊരു തിരുത്തുണ്ട്. മലപ്പുറത്ത് ഫുട്ബോൾ നിലനിൽക്കുന്നത് തന്നെ സെവൻസിൻ്റെ ആയതുകൊണ്ടാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ പന്ത് തട്ടി ആഷിഖ് കുരുണിയന്, അനസർ തൊടിക, മഷൂർ ഷെരീഫ് തുടങ്ങിയ എല്ലാ പ്ലേയേഴ്സും നമ്മുടെ മലപ്പുറത്ത് സെവൻസ് കളിച്ച് വളർന്നവരാണ്. ഇന്ന് 140 കോടി ജനങ്ങളുടെ ഇന്ത്യൻ ടീമിൻ്റെ ഏതൊരു കാറ്റഗറി എടുത്ത് നോക്കിയാലും 1-2 മലപ്പുറം പ്ലേയേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. അത് മലപ്പുറത്തിൻ്റെ സെവൻസിൻ്റെ മെച്ചം കൊണ്ട് തന്നെയാണ്. ഇവിടെ മലപ്പുറത്തെ കുട്ടികൾക്ക് ഇവിടെ അതിനാവശ്യമായ ഗ്രൗണ്ടുകളും ഇതൊക്കെ സജ്ജീകരിച്ച് കൊടുത്താലേ ഏതൊരു പ്ലേയേഴ്സിനും ഉയർന്നു വരാൻ കഴിയുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ വന്നിട്ട് മലപ്പുറത്ത് എല്ലാവരും സെവൻസിൻ്റെ പിന്നാലെ എന്ന് പറയുമ്പോൾ ഫൈസ് കളിക്കുന്ന ഗ്രൗണ്ടിലാണ് ചെക്കന്മാരുടെ സെവൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പം അതിനുള്ള ഫിസിക്കും കാര്യങ്ങളെ മക്കൾക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ആഷിഖ് കുരുണിയെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ താരങ്ങൾക്ക് വരെ ഇവിടെ വന്നാൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെ നാടിൻ്റെ മോശമാണ്. അതുകൊണ്ട് ഇതിനാവശ്യമായ ഗ്രൗണ്ടുകളും സപ്പോർട്ടുകളും മക്കൾക്ക് കൊടുക്കുക എന്നല്ലാതെ സെവൻസിന് ഒരിക്കലും താഴ്ത്തരുത്. ഈ സെവൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ മലപ്പുറത്ത് ഫുട്ബോൾ നിലനിൽക്കുന്നത് തന്നെ. അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്നും ഇന്ത്യൻ ഫുട്ബോൾ ഭരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ സന്തോഷത്തോടെ പറയും, ഏതെങ്കിലും ഒരു മലപ്പുറക്കാരൻ ഇന്ത്യൻ ടീമിൻ്റെ ഏതെങ്കിലും മൂലക്ക് ഏത് സമയത്തും ഉണ്ടാവും. അത് ഇന്ത്യൻ മലപ്പുറത്തെ സെവൻസ് കൊണ്ട് മാത്രം, സെവൻസിൻ്റെ നിലനിൽപ്പ് കൊണ്ട് മാത്രം വന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?